ഗൈസ് എല്ലാവർക്കും ലിനക്സ് സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എവിടെയും നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഉബുണ്ടുവിൻ്റെ പാസ്വേഡ് മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പെൻഡ്രൈവ് നോക്കിയപ്പോൾ പെൻഡ്രൈവിൽ ASAP എന്ന് പറയുന്ന മാപ്പിൻ്റെ ഒരു പാർട്ടീഷനാണ് ഉള്ളത്. സോ അത് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എന്തൊക്കെ തേർഡ് പാർട്ടി ടൂൾസും സാധനങ്ങളൊക്കെ വേണം. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മളെ സീരീസ് ചെയ്യേണ്ടതുകൊണ്ടും വേറൊരു പെൻഡ്രൈവ് ഒപ്പിക്കാൻ വേണ്ടി കെട്ടാങ്കൽ വരെ വന്നേക്കാണ്. മീറ്റ് മിസ്റ്റർ ആപ്പിൾ. ഹലോ, ചാടിച്ചോണ്ടിരിക്കും. ഇതിൻ്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇത് വേറുണ്ടോ? ഒന്നുമില്ല. നീ ഏതാ ഉപയോഗിക്കുന്ന സിസ്റ്റം? ഉബുണ്ടു. ഉറക്കം പറ. ഉബുണ്ടു ഉണ്ട്. ആരാ റെക്കമെൻഡ് ചെയ്തത്? ഞാൻ ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ അല്ലേ? അപ്പോൾ ലൈക്ക് നമ്മുടെ ഉബുണ്ടു നിങ്ങൾക്ക് എല്ലാ യൂസിനും പറ്റും. ചില ഗെയിമിങ്ങിനൊന്നും പറ്റില്ല, ബട്ട് ഒരുപാട് യൂസ് കേസുള്ളൊരു സാധനമാണ്. ആൻഡ് മോറോവർ നമ്മൾക്ക് ഒന്ന് കാണിച്ചെടുക്കാമല്ലേ ഇതിൻ്റെ സിസ്റ്റം ഒന്ന് റൺ ചെയ്തിട്ട് ലൈക്ക് അതിലെങ്ങനെയൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ എന്താ വരുന്നത്, എന്തൊക്കെ ഉള്ളത്. ഇത് എന്തൊക്കെ ഉള്ളത് നിനക്കറിയില്ല. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റുമോ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പീക്സ് ടൂൾ അറിയാം നിങ്ങൾക്ക്? ടീക്സ് ടൂൾ, ഗ്നോം ടീക്സ് ടൂൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വെച്ച് നമുക്ക് മാക്ക് പോലെയൊക്കെ ആക്കാം. ഫയൽ സിസ്റ്റമൊക്കെ കളറും ഒക്കെ മാറ്റാം. നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ഷെൽ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ടാർ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ചെയ്യാം. എല്ലാം കൂടി സ്ക്രീൻ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്യാം, കുറേ OS സാധനങ്ങൾ ബിൽഡ് ചെയ്യാം. സോ ലോട്ട്സ് ഓഫ് സ്റ്റെപ്സ് ആർ ദർ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ചായ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലിനക്സ് സീരീസ് കെട്ടാങ്ങലുള്ള തീപ്പെട്ടി എന്നുള്ള ചായ കുടിച്ചുകൊണ്ട് തരണം അല്ലേ? സൂപ്പർ ചായ, ലൈക്ക് ദിസ്. നോക്കൂ, ചായ സോ നൈസ്. എന്താ ഫോണിലെ ലൈൻ എണ്ണിക്കൊണ്ടിരിക്കുക? ശരി എന്നാൽ. അപ്പോൾ നമ്മൾക്ക് നേരെ പെൻഡ്രൈവ് എടുത്ത് ബൂട്ടബിൾ ആക്കിയിട്ടുള്ള പരിപാടികളിലേക്ക് പോകാം. ബൈ. ഹായ് ഗൈസ്, ദിസ് ഈസ് ആപ്പിളിൻ്റെ ഉബുണ്ടു സെറ്റപ്പാണ്. ലൈക്ക് ഇത് ഉബുണ്ടു അല്ലടാ അത്? കാളിയുടെ വാൾപേപ്പർ വെച്ചെന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഉബുണ്ടു ഉണ്ട്. സൈഡിലാണ് ഇത് വരുന്നത്. എവറിത്തിങ് ഈസ് ഫൈൻ. ഇതിലാണ് നമ്മൾ ലിനക്സ് ബൂട്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് നമ്മളത് ഫയർഫോക്സ് എടുക്കുന്നു. ഉബുണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഫയർഫോക്സിലാണ് അധികം കളിക്കുക, ക്രോമിലല്ല. നമ്മളിതിൽ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വേറെ ഉബുണ്ടുവിൽ നിന്ന് തന്നെ ഇത് ഫ്ലാഷ് ചെയ്യാണ്. സോ ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ഇത് ഫ്ലാഷ് ചെയ്തിട്ട്, അതായത് ഇറേസ് ചെയ്തിട്ട് നമുക്കിതിൽ ISO ഇമേജ് റീസ്റ്റോർ ചെയ്യണം. അപ്പം നമ്മുടെ ഈ പെൻ ഡ്രൈവ് അത് ബൂട്ടബിളായിട്ട് മാറും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആക്കാൻ വന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരുത്തിനെ കണ്ടു. എന്താടാ ചെയ്യുന്നത്? ഭയങ്കര വർക്കഹോളിക്കാണ് ഗൈസ്. ഫുൾ ടൈം വർക്കാണ്. കമ്പനി ഡ്യൂട്ടി കഴിഞ്ഞാലും ഇവിടെ വർക്കാണ്. അതാ വേറെ ഒരുത്തൻ ജനലിന്റെ അതിനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വായി നോക്കാം. അതിനോടെ വായി നോക്കുന്ന. ഓക്കേടാ, ഞാനല്ല. ഓക്കേടാ, നിന്റെ റൂമാണല്ലോ, നിന്റെ പേര്. ആയിക്കോട്ടെ, ഞാൻ നോക്കാറില്ല. ആശിഷ് തന്നെ പുല്ലൂറാമ്പാറ വീട്, പുല്ലൂറാമ്പാറ സ്കൂളിലെ പഴയ വിദ്യാർത്ഥി, AWHലെ അലൂമിനി, RS സ്പെക്ട്രൽ എഞ്ചിനീയർ. നൈസ്. സോ തല്ലാണെങ്കിൽ തല്ലിക്കും. അങ്ങനെ നമ്മൾ പുതിയ പെൻഡ്രൈവ് ആപ്പിളിൻ്റെ അടുത്ത് പോയി പുതിയ പെൻഡ്രൈവ് എടുത്തുകൊണ്ട് വന്നു. അത് നമ്മൾ മാക്കിൽ കണക്ട് ചെയ്തു. ആൻഡ് ദിസ് ഇസ് ബലേന എച്ചർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ വഴിച്ച് നമ്മളിത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ടൈം. ആഫ്റ്റർ ദാറ്റ് നമുക്ക്
ദിസ് പെൻ ഡ്രൈവ് വിൽ ബി എ ബൂട്ടബിൾ പെൻ ഡ്രൈവ്. നിങ്ങൾക്ക് വിൻഡോസിലാണെങ്കിൽ റൂഫസ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഫ്ലാഷിങ് കഴിഞ്ഞ് വെരിഡേറ്റിംഗ് ആണ്. സോ ബലാന എച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ മാക്കിൽ USB ബൂട്ടബിൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഇതാണ് സാധനം. സോ ലൈക്ക് ഇറ്റ്സ് സൂപ്പർ ഈസി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ലിനക്സ് ബൂട്ടബിൾ ആക്കാൻ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി വേറെ പെൻ ഡ്രൈവ് കൊണ്ടുവന്നു. അപ്പോൾ ആ പെൻ ഡ്രൈവിലൂടെ ഇത് ഫ്ലാഷ് ചെയ്തപ്പോൾ ഇതൊക്കെ ഒരുപാട് ടൈം എടുത്ത് 2-3 days എടുത്തിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ വിചാരിക്കും പെട്ടെന്നൊരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയതല്ല. സോ നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻ ഡ്രൈവ്, ആ പെൻ ഡ്രൈവിലോട്ട് അതിൽ ext4 അല്ലെങ്കിൽ FAT32 അല്ലെങ്കിൽ NTFS ഏതെങ്കിലുമൊക്കെ പാർട്ടീഷൻ ഉണ്ടാവുമല്ലോ. NTFS വിൻഡോസ് സ്പെസിഫിക് പാർട്ടീഷനാണ്. അതുപോലെയുള്ള പാർട്ടീഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഉബുണ്ടു ബൂട്ടബിൾ ചെയ്യണം. ഓക്കെ 1 minute ഗൈസ്. അപ്പം നമ്മുടെ ഫ്ലാഷ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഫ്ലാഷ് അനദർ കൊടുക്കാം. ഓക്കെ, അതായത് ഫ്ലാഷ് അനദർ കൊടുത്താൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇത് ഫ്ലാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാണ് ആൻഡ് കുറച്ച് നേരത്തേക്ക് മാക്ബുക്കിനോട് വിടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എജക്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ജസ്റ്റ് വാണ്ട് ടു എജക്റ്റ്. ഇവിടെ ഉണ്ടാവുമല്ലോ. അവിടെ ഇല്ല. നമുക്ക് ഡിസ്ക് യൂട്ടിലിറ്റിയിൽ പോയി നോക്കാം. എനിക്കിതങ്ങ് എജക്റ്റ് ചെയ്യാം. ഓക്കെ so that's all for today. Take this one and നമുക്ക് വിൻഡോസ് ബൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വിൻഡോസ് ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. ഫോഴ്സ് ഷട്ട് ഡൗൺ, ഞെക്കി പിടിച്ച് ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വി നീഡ് ദ ചാർജർ ആൻഡ് സ്റ്റഫ്സ്. അതെടുക്കാം. and mouse and keyboard like that kind of stuffs അതും എടുക്കാം. സോ ഇതൊന്ന് ഞാൻ സെറ്റപ്പ് ചെയ്ത് വരാം. ബൈ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് പവർ ഓൺ ചെയ്യാം. അപ്പോൾ എസ്കേപ്പ് അടിക്കേണ്ടി വരും. വരുന്നില്ലല്ലോ. എസ്കേപ്പ്, സോറി, ഇവിടെ കൊടുക്കാം, ഇതിൽ കൊടുക്കാം. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളൊരു ഒരു സ്റ്റാർട്ടപ്പ് മെനു ആണ്. ഇപ്പോൾ എല്ലാ സിസ്റ്റത്തിലും എസ്കേപ്പ് അടിച്ചാലാണോ എന്നറിയില്ല. ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ സെറ്റപ്പ് വ്യത്യാസമുണ്ടാവും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് HP ആണ്. HPയിൽ എസ്കേപ്പ് അടിച്ചപ്പം F1 ഫോർ സിസ്റ്റം ഇൻഫർമേഷൻ, F2 ഫോർ ഡിവൈസ് ഡയഗ്നോസിസ് ആൻഡ് നമുക്ക് വേണ്ടത് F9 ആണ് ഫോർ ബൂട്ട് ഡിവൈസ് ഓപ്ഷൻസ്. സോ വി ആർ പ്രസിങ് F9. സോ F9 വന്നപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. വോയിസ് ബോട്ട് മാനേജർ, USB ഉബുണ്ടു,
USB ഹാർഡ് ഡ്രൈവ്, സാൻഡ് ഡിസ്ക്, അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ അത് ഇങ്ങനെ ആരോ വെച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ച് സെലക്ട് ചെയ്യാം. ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു അത് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇനിയാണ് ടാസ്ക്. നമുക്ക് ഇത് കാണാൻ കഴിയില്ല, ലൈക്ക് വിൻഡോ കാണാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കാണാൻ ഒരു വഴിയില്ല. ലൈക്ക് പകുതി ക്രാഷായിട്ടേ കാണുള്ളൂ. അപ്പം ഈ സ്റ്റേജിൽ HDMI കണക്ട് ചെയ്താൽ വർക്കാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് HDMI ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം TV ആയിട്ട്. അങ്ങനെ നമ്മൾ ഉബുണ്ടു ബൂട്ടബിൾ റൺ ചെയ്ത ട്രൈ ആൻഡ് ഇൻസ്റ്റാൾ കൊണ്ട് കൊടുത്തപ്പം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നും ലാംഗ്വേജാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. ഒന്നും കാണുന്നൊന്നുമില്ല, ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊന്നും കാണുന്നില്ല. ഒരു ഊഹം വെച്ച് കൊടുക്കുകയാണ്. ലൈക്ക് നമ്മുടെ TVയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിലോ. HDMI കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഓക്കെ, നമുക്ക് അത് റെഡിയാക്കാം. എന്തൊക്കെയോ കാണുന്നുണ്ട്. ഒന്ന് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. നൈസ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇതിൽ ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് നെക്സ്റ്റ് കൊടുക്കുന്നു. ആക്ടിവിറ്റീസ് ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. കണക്ട് വൈഫൈ കൂടെ വൈഫൈ ഉള്ളതാണ്. വീട്ടിലെ വൈഫൈ ഞാനിതായിട്ട് കണക്ട് ചെയ്യാണ്. ശരി, കണക്റ്റ് ആവുമോ എന്തോ, സ്പെല്ലിങ് തെറ്റിയെന്നൊരു സംശയം. സ്പെല്ലിങ് തെറ്റിയായിരുന്നു, ഞാനത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ press next, hit next, and
update for the installer update now. So it will take a time. ടി വിയിൽ ഇങ്ങനെയാട്ടോ കാണുന്നത്, ലൈക്ക് എൻ്റെ ഡിസ്പ്ലേ കേടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് ഇറ്റ് വാസ് ഇൻസ്റ്റാളർ. യെസ്, വി ആർ ഇൻ ഉബുണ്ടു. ഇതാണ് ഉബുണ്ടുയുടെ ഡെസ്ക്ടോപ്പ്. ഉബുണ്ടു വിച്ച് ഇസ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കത് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാം. സോ ഇൻസ്റ്റാൾ ഹിയർ. ഈ ഇൻസ്റ്റലേഷൻ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. Interactive installation for users who want to be guided step by step through the installation. Automatic installation for advanced users who have an auto install YAML for consistent and repeatable system setup. Okay, I think interactive installation is fine. So നമുക്ക് interactive installation കൊടുക്കാം. Default selection, extension selection കുറേ മാറിയിട്ടുണ്ടല്ലോ. ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഗ്രാഫിക്സ് ഫോർ വൈഫൈ ആൻഡ് ഹാർഡ് ഡ്രൈവ് അത് കൊടുക്കണം. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ സപ്പോർട്ട് ഫോർ എഡിഷൻ വീഡിയോസ് ആൻഡ് ഫോർമാറ്റ് ഇതും ടിക്ക് കൊടുക്കണം. സെറ്റ് കൊടുക്കുക. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം. അതായത് 3 ഓപ്ഷനാണ്. ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ് സൈഡ് ഇതിലൊരു ഉബുണ്ടു ഉള്ളതുണ്ട്. Erase disk and install Ubuntu and manual installation ഉണ്ട്. മാനുവൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ റൂട്ട് മെമ്മറി, സ്വാപ്പ് മെമ്മറി, അങ്ങനെ കുറച്ച് മെമ്മറി അലോക്കേഷൻ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്നൊരു പരിപാടിയാണ് മാനുവൽ ഇൻസ്റ്റാളേഷൻ. അത് ഇനീഷ്യലി നിങ്ങളതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ ഞാൻ പണ്ട് ഇൻസ്റ്റാൾ ചെയ്ത പോലെയല്ല ഇപ്പോൾ ഉള്ള. അത് മാറിയിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ മാറ്റം ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ വലിയ റിസർച്ച് ഇതിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൊണ്ട് അപ്പോൾ ഇതിലുള്ളത് ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതിലുള്ള എല്ലാ സിസ്റ്റം സാധനങ്ങളൊക്കെ പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൊണ്ട് കൊടുക്കാം. ഇതന്നെ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. ലൈക്ക് ഗൗതം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫുൾ നെയിം കൊടുക്കുന്നില്ല. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പാസ്വേഡ് ഗെറ്റ് 1 2 3 പാസ്വേഡ് കൊടുക്കുന്നു. ഡിവൈസ് പാസ്വേഡ് ഓക്കെ. ആക്റ്റീവ് അല്ല, ഇന്ത്യ എടുക്കാം. ജനറൽ ഡിസ്ക് ഇൻസ്റ്റാളേഷൻ ഡിസ്ക് ആപ്ലിക്കേഷന് സെക്യൂരിറ്റി മോർ ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട. എല്ലാവരൊക്കെ സിസ്റ്റം തന്നെ ചെയ്തോളും. നിങ്ങൾ ജസ്റ്റ് ഹിറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റാൾ. സോ ഇനിയാണ് നമ്മുടെ കളി. It will take a long time. So, okay, let's wait and see what happens. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സോ ദാറ്റ് നമുക്കത് ഫുൾ ഇൻസ്റ്റാളായിട്ട് റീബൂട്ട് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഇൻസ്റ്റാളേഷന് കുറച്ച് തോന്നെ ടൈം എടുക്കും. അപ്പം എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ അത് ചെയ്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനൊരു ബട്ടൺ വരും. അത് ബട്ടൺ വന്ന് റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ OS റെഡിയായി.
സോ ദാറ്റ് ഇനി നമുക്ക് ഇപ്പം തന്നെ കുറേ ആയി ഈ ഇനിയുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത്. സോ കുറച്ച് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ അതിൻ്റെ അപ്ഡേറ്റും കൂടി തന്നിട്ട് ഈ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീരീസ് അല്ല, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോഴല്ല, ഇതൊന്ന് റെഡി ആയിട്ട് ഓപ്പണായിട്ട് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് സീരീസിൻ്റെ ചില സാധനങ്ങൾ മാത്രം നമ്മളിപ്പം ചെയ്തിട്ട് അത് ഹോസ്റ്റ് നെയ്ബ് വരുന്നത് അത് നമ്മൾ സീരീസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. സീരീസ് അല്ല, എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മളെ ഉബുണ്ടു സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇവിടെ കണ്ടിന്യൂ ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഈ ഇൻസ്റ്റാളേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ടിനോ കൊടുത്തിട്ട് പുതിയ OS ആയിട്ട് ചെയ്യാൻ പറ്റും. സോ റീസ്റ്റാർട്ട് ടു കംപ്ലീറ്റ് ദ ഇൻസ്റ്റാളേഷൻ or continue testing. Any changes you would like you make will not be saved. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ടിനാ കൊടുത്ത് നോക്കാം. പെൻഡ്രൈവ് ഇപ്പോൾ ഊരരുത്, ഓൾവേസ് ഇപ്പോഴും പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നോട്ടിഫിക്കേഷൻ വരും പെൻഡ്രൈവ് ഊരാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ മാത്രമേ നമ്മൾ പെൻഡ്രൈവ് ഊരാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ പെൻഡ്രൈവ് ഊരാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതെനിക്ക് അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതാ, പ്ലീസ് റിമൂവ് ദ ഇൻസ്റ്റാളേഷൻ മീഡിയം then press enter. At that point of time we remove the pen drive and hit enter. What will happen? Let's see. Okay, തുറന്ന് നോക്കാം. ഇനി നമ്മൾ എസ്കേപ്പ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പുതിയത് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ പാസ്വേഡ് നമുക്കറിയാം. പക്ഷേ പഴയ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നത്. സോ ദാറ്റ് നമ്മൾ ഉബുണ്ടുവിൽ പഴയത് ഇൻസ്റ്റാൾ ചെയ്തു, സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഓൾ ദോസ് തിങ്സ് ഗോയിങ് വെൽ. എന്ത് ഓപ്പൺ ആയത്, ഈ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ് ഗൈസ്. ഇതിൽ വിൻഡോസൊക്കെ ഇട്ടാൽ മണിക്കൂറുകൾ എടുക്കുമെന്ന് ബൂട്ടായി വരാൻ. അതുകൊണ്ടാണ് ഞാൻ ഉബുണ്ടു ഇടാൻ കാരണം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഉബുണ്ടു ലോഗിൻ ചെയ്തു, ബൂട്ട് ചെയ്ത് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിതാ ഇനി പാസ്വേഡ് അടിച്ച് ഉബുണ്ടു ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അത്രയും കൂടി ഈ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. ബാക്കി കസ്റ്റമൈസേഷനാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഉബുണ്ടുവിൻ്റെ ഉബുണ്ടു കസ്റ്റമൈസേഷൻ, നമ്മുടെ തീമുകൾ ലൈക്ക് അത് വേറെ OS പോലെ ചെയ്യാൻ ഗ്നോം ടീക്സ് ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആ ഒരു ടൂളിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഷെൽ സ്ക്രിപ്റ്റുകൾ സുഡോ APT അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. സോ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, നമ്മൾ പാസ്വേഡ് പിന്നെ കിട്ടിയോ? വല്ലാതെ ഒന്ന് പേടിച്ചു. പിന്നെയും പാസ്വേഡ് മറന്നുപോയോ എന്ന്. ഈ പാസ്വേഡ് ഓർമ്മിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടാസ്ക്കാണ് കേട്ടോ.
സോ ഗൈസ് നമുക്ക് നോക്കാം. നമ്മൾ ബൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ വിൻഡോസ് ഉബുണ്ടു ഓപ്പണായി വന്നു. ഓപ്പണായി വന്നപ്പോൾ തന്നെ സൈഡിൽ ഫയർഫോക്സ്, ഫയൽ മാനേജർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഓപ്പണായി വന്നപ്പോൾ തന്നെ ഇതാ ഉബുണ്ടു 20.42 LTS. LTS പറയുന്നത് ലോങ് ടേം സർവീസോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ലോങ് ടേം സർവീസാണ് LTS എന്ന് പറയുന്നത്. റിലീസ് നോട്ട്സ് കാണുന്നില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഉണ്ടോ ഇവിടെ? എങ്ങനെയുണ്ട്? സംഭവം നൈസല്ലേ? ഉബുണ്ടു പ്രോ സ്കിപ്പ് കൊടുക്കാം. ഇത് റിലീസ് നോട്ട്സ് ആണ് എന്നേക്കുന്നത്. കുറച്ച് ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണത്. ഫയർഫോക്സ് ഓക്കെ. Ubuntu Pro. I just skip things. Next, finish. So this is the Ubuntu. Okay, home folder. ഇവിടേക്ക് വെക്കാം. എനിക്കതാ ഇഷ്ടം. എന്ത് ഇവിടെ നിന്ന് പരിപാടി? ഓക്കെ ഒരു പ്രശ്നമില്ല. And this is for desktops. Okay, so these all the things that you have in Ubuntu. So let's see what else you can do and we can experiment with Ubuntu in the next. Guys, അപ്പോൾ ഞാനൊരു ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സീരീസ്, ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു വാക്ക് ത്രൂ പറഞ്ഞുതരാം. നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത് നമ്മൾ ആദ്യം ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കി. നമ്മുടെ സിസ്റ്റത്തിൽ ഉബുണ്ടു ഉണ്ടായിരുന്നു, കുറേ ടൂൾസ് സാധനങ്ങളും ബിൽഡ് ചെയ്ത സാധനങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഉബുണ്ടു ഉണ്ടായിരുന്നു. അതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നു പോയതുകൊണ്ട് നമ്മൾ പുതിയൊരു ഉബുണ്ടു ബൂട്ടബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എന്താ ചെയ്യാം, ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഈ എൻകൗണ്ടർ ഇതായിട്ട് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതറിയാം. നമുക്ക് പ്രോപ്പറായിട്ട് പെൻഡ്രൈവ് ഞാൻ ചെയ്തത് പാർട്ടീഷൻ വേറെ മാക്കിൻ്റെ പാർട്ടീഷൻ ആയിരുന്നു, അതുകൊണ്ട് നമുക്കത് ബൂട്ടബിൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനെന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, എൻ്റെ ഫ്രണ്ട് ആപ്പിൽ എടുത്ത് പോയി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ആപ്പിലെടുത്ത് അവൻ്റെ പെൻഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് ബൂട്ടബിളാക്കി. അവിടുന്ന് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് ഇറേസ് ചെയ്തു. അവൻ്റെ ലിനക്സിൽ നിന്ന്, അവൻ ലിനക്സാണ് യൂസ് ചെയ്യുന്നത്, അവൻ്റെ ലിനക്സിൽ നിന്ന് നമ്മളത് ഇറേസ് ചെയ്തു. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അവിടുന്ന് ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് മാക്കിൽ ബലാനാച്ചർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു USB ഡിവൈസ് ബൂട്ടബിളാക്കി മാറ്റിയത്. അങ്ങനെ ബൂട്ടബിളാക്കി മാറ്റിയതിന് ശേഷം നമ്മളത് എന്ത് ചെയ്തു, പെൻഡ്രൈവിലോട്ട് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തു. വിൻഡോസ് അല്ല, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തു. ഉബുണ്ടു സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലുള്ള ഷെൽ സ്ക്രിപ്റ്റും സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഷെൽ സ്ക്രിപ്റ്റുകൾ എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് OS എന്തൊക്കെ, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഉബുണ്ടുവിൻ്റെ ഒരു മെയിനായിട്ടൊരു 2-3 വീഡിയോസും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ ലിനക്സ് മിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ട്രൈ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. So hope you find interesting this video. നിങ്ങളെ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെയും കുറേ അപ്ഡേറ്റ്സ് തരാനുണ്ട് ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ ബാക്ക് എൻഡിൽ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ വരാൻ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. സോ stay tuned for the informative videos and tech videos. Everyone, stay tuned for the informative and tech content rich videos for CTech guy. Then you can get a lot of amazing stuffs here. You can explore the world with state of the art technologies. We deal with technical stuffs, podcasts and some electronics also. Yes, എൻ്റെ കയ്യിൽ റാസ്ബെറി പൈ ഉണ്ട്, അതുപോലെ തന്നെ ഓർഡിനോ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചില റോബോട്ട്സിനൊക്കെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. സോ നമ്മൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇലക്ട്രോണിക്സ് കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ഒക്കെ ചെയ്യും. അതിലും വരുന്ന കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ all the videos. I will never disappoint you guys, and please share, subscribe and like my videos. Thank you. Bye bye.